ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത തസ്തികയൊന്നും ആരും ഉണ്ടാക്കരുത്. വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു തസ്തികയൊന്നുമില്ല. പാട്ടിന് ലീഡറാകാം, തെറ്റില്ല. ദൈവമക്കൾ ശ്രദ്ധിച്ചോ, പാട്ടിന് ലീഡറാകാം, തെറ്റില്ല. ഇവര് പാട്ട് ലീഡ് ചെയ്ത് പാടി, നമ്മൾ ഏറ്റുപാടി, തെറ്റില്ല. വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാധന. ആരാധനയ്ക്ക് ലീഡർ ഉണ്ടോ പാസ്റ്ററെ? ആരാധനയ്ക്ക് ലീഡറില്ല. ലീഡ് ചെയ്ത് ആരാധിപ്പിക്കുന്നതല്ല ആരാധന, മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന. അതിൻ്റെ പേര് അതാരും നിർബന്ധിച്ചൊന്നും ചെയ്യുന്നതല്ല. അടുത്തിരിക്കുന്നവൻ കൈ അടിച്ചാലും കൈ അടിച്ചില്ലേലും, ആര് പാടിയാലും പാടിയില്ലേലും, എൻ്റെ ചുറ്റുവട്ടത്തുള്ള അനേകർ രോഗക്കിടക്കയിലായപ്പോൾ, എൻ്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന അനേക രോഗത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യവും ബലവും ദീർഘായുസ്സും തന്ന് എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇന്നുവരെ പോറ്റി പുലർത്തിയ മഹാദൈവത്തിൻ്റെ കരുണ ഓർക്കുമ്പോൾ എനിക്കെൻ്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന് ഹൃദയത്തിൻ്റെ അകത്ത് മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പേര് ആരാധന. അതുകൊണ്ട് ആ പാട്ടുകാരൻ എഴുതി വെച്ചത് എന്താണ്? നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലചൊറിഞ്ഞെന്നാണോ? പിന്നെ അത്യന്ത കണ്ടോ, ചർച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ നമ്മൾ രാവിലെ എഴുന്നേക്കടി നേരം എടുത്തിട്ട് ചർച്ചിൽ പോകണം, ഉറങ്ങും, ഇതല്ല. പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷം, ചർച്ചിൽ പോകണമല്ലോ. അവിടെ തുടങ്ങിയ ആരാധന. നമ്മുടെ വിചാരം പാട്ടുകാർ ഈ മ്യൂസിക് ഈ പിന്നെ റിതമൊക്കെ ഇട്ട് ഇങ്ങനെ തുത്തുന്ന് അടിക്കുമ്പോൾ വരുന്ന ആത്മാവല്ല. മനസ്സോടെ ദൈവത്തിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പാട്ടുകാരോട് എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, ഇവരൊത്തിരി മൂപ്പിച്ചില്ല. സന്തോഷം. ചില ആളുകൾ കയറി എന്നിട്ട് പോരാ, ശക്തം കൂടി, ഒന്നൂടെ, പോരാ. ഇവനാണോ തീരുമാനിക്കുന്നത് പോരാന്ന്? ഇവനാ ദൈവത്തിന്റെ കണക്കപ്പിള്ളയാണ്. അല്ല, അങ്ങനെയൊന്നും മൂപ്പിക്കണ്ട. ഈ ഇടയ്ക്കൊരു കീബോർഡുകാരൻ, ഞങ്ങൾ ഇതേപോലെ കൺവെൻഷന് പോയിരുന്നപ്പോൾ കീബോർഡുകാരൻ ഇങ്ങനെ, അപ്പോൾ പുള്ളിക്കൊരു ഫോൺ വന്നു. പുള്ളി ഉടനെ ഫോൺ എടുത്ത് ഇങ്ങനെ ഒരു കൈ കൊണ്ടും ഇങ്ങോട്ട് ചരിഞ്ഞിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാ, ഞാൻ ഇവിടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തീരുമ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന്. അപ്പൊ അമ്മാതിരി പരിപാടിയൊന്നുമല്ല കേട്ടോ. ആരാധന എന്ന് പറഞ്ഞാൽ ചിലരുടെ ചിന്ത, നിൽക്കുന്ന നേരം മറന്ന് ചുമ്മാ കിടന്ന് ബോധം കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി. ഇതിലൊന്നും കഥയൊന്നുമില്ല. ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയമാണ്. ഏത് മനോഭാവത്തോടെ ഈ മീറ്റിങ്ങിന് വരാൻ അവിടുന്ന് ഇറങ്ങിയിടം മുതൽ ദൈവം നോക്കുന്ന ആരാധനയാണ്. സ്തോത്രം. അല്ലാതെ ഈ ഹൃദയത്തിന്റെ ശബ്ദം കൂടുന്നതനുസരിച്ച് കയറി വരുന്ന ഒരു ആത്മാവല്ല. അത് കറണ്ട് പോകുമ്പോൾ പോവുകയും ചെയ്യും. കറണ്ട് പോകുമ്പോൾ അത് പോകും, മറ്റേത് പോവുകയല്ല. ആര് കൈയടിച്ചില്ലേലും ആര് പാടിയില്ലേലും ദൈവം ജീവിതത്തിൽ വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്തോത്രം.